മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, എത്ര നന്നായി കാത്തു സൂക്ഷിച്ചാലും അകലാൻ ആഗ്രഹിക്കുന്നവർ നിസാര കാരണങ്ങൾ കൊണ്ട് അകലുക തന്നെ ചെയ്യും. തുടക്കത്തിൽ നല്ല തിളക്കം കാണും, പിന്നീട് പതിയെ അതിൻ്റെ നിറം മങ്ങിത്തുടങ്ങും. ചിലർ അത്രയൊക്കെ മൂല്യമേ ജീവിതത്തിന് കൊടുക്കുകയുള്ളൂ. സത്യം വിജയത്തിൻ്റെ കവാടവും കളവ് പരാജയത്തിൻ്റെ താക്കോലുമാണ്. കൊതിപ്പിക്കുന്ന നുണയേക്കാൾ നല്ലത് മടുപ്പിക്കുന്ന മൗനമാണ്. കള്ളം പറഞ്ഞ് ജയിക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് തോൽക്കുന്നതാണ്. മാറി നിന്ന് നിങ്ങളെ സത്യസന്ധമായി വെറുക്കുന്ന മനുഷ്യരെക്കാൾ ഭയക്കണം നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് സ്നേഹം നടിക്കുന്ന മനുഷ്യരെ. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാണ്. ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു. മറക്കേണ്ടത് മറക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോകും. സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയുന്നില്ല. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കുക. അല്ലാത്തവരോട് സംസാരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ഓരോ വേദനയും ഓരോ പാഠം നൽകുന്നു. ഓരോ പാഠവും ഓരോ വ്യക്തിയെ മാറ്റുന്നു. സ്നേഹിച്ച ഒന്നിനെയും ആർക്കും മറന്നു കളയാൻ സാധിക്കില്ല. ഓർമ്മകൾക്ക് മരണമില്ലാത്തിടത്തോളം കാലം അതൊക്കെ എന്നും നിലനിൽക്കും. ഭക്തരെ, സന്തോഷവും ദുഃഖവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടാതിരിക്കുക. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നിങ്ങളുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെപ്പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. മറ്റൊരാൾക്ക് ഒരിക്കലും വളരെയധികം ലഭ്യമാകരുത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. ഭക്തരെ, നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്നവരെ അവഗണിക്കുക. അവർ നിങ്ങളുടെ പിന്നിലാണ്. ചിലർക്ക് അവരുടെ ചിന്തകളും തീരുമാനങ്ങളുമൊക്കെയാണ് ശരി. അതിപ്പോൾ മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കുന്നതായാലും നെഞ്ച് പിളർക്കുന്നതായാലും അവർക്ക് പ്രശ്നമില്ല. ഒരാളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് തിരക്ക്. രണ്ടാമത്തേത് അവഗണന, മൂന്നാമത്തേത് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക. പിന്നെ അവരെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവർ ആയിരുന്നാലും. ഭക്തരെ, ജീവിതം വളരെ കുറച്ചു കാലം മാത്രമാണുള്ളത്. കരഞ്ഞും സങ്കടപ്പെട്ടും അതിനെ പിന്നെയും ചെറുതാക്കരുത്. ചെറിയ നന്മകളാണെങ്കിലും ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരിക്കുക. ചിലതൊക്കെ ലഭിക്കും, ചിലതൊക്കെ ലഭിക്കില്ലെന്നും ഉൾക്കൊള്ളുക. ജീവിതം സന്തോഷം നിറഞ്ഞതാകും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.